വിജയൻ പിന്നിൽ പോയിരിക്കുകയാണ് ധർമ്മടത്ത്. ഓ മൈ ഗോഡ്. അതുകൊണ്ട് തോൽക്കണമെന്നില്ല എങ്കിൽ പോലും പിന്നിൽ പോയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത്. അടിതെറ്റിയിരിക്കുകയാണ് സ്വന്തം കോട്ടയിൽ. പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിന്റെ ആജീവനാന്ത ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇപ്പോഴെങ്കിൽ ഇപ്പോൾ ധർമ്മടത്ത് പിന്നിൽ പോയിരിക്കുന്നു. ഏറ്റവും വലിയൊരു വാർത്തയാണ് പിണറായി വിജയൻ പിന്നിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് പറയാം ഭരണവിരുദ്ധ തരംഗമാണ്, ഭരണവിരുദ്ധ വികാരമല്ല. നേരത്തെ എക്സിറ്റ് പോളുകൾ പരിശോധിച്ചപ്പോൾ പറയുന്നത് ഭരണവിരുദ്ധ തരംഗമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ 1302 വോട്ടുകൾ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. നേമത്ത് അതൊന്ന് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. കാരണം മനോജ് റെഡിയാണ് കൊല്ലത്ത്. മനോജ്, എന്താണ് ചാത്തന്നൂരിലെ അവസ്ഥ? തൃക്കരിപ്പൂരിൽ അല്ലേട്ടന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപ് വാര്യർ മുന്നിലാണ്. 1820 മുസ്തഫ പിറകിൽ. മുസ്തഫ നാട്ടുകാരനാണ്, ജനകീയനാണ്. മനോജല്ലേ കണക്റ്റഡ്. മനോജ്, പിണറായി പിന്നിൽ രഞ്ജിത്തേട്ടാ, പിണറായി മനോജ് ലൈനിലുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ. ധർമ്മടത്ത് പിണറായി വിജയൻ ക്യാപ്റ്റൻ പിന്നിലായിരിക്കുന്നു. അടിതെറ്റി പിണറായി വിജയൻ. അതേസമയം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് 1302 വോട്ടുകളിലേക്ക് ലീഡ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ. പിണറായി ബിഗ് സ്ക്രീനിൽ ഒന്ന് കാണിച്ചു തുടങ്ങി, പൂർണ്ണകായ ചിത്രം സഹിതം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ധർമ്മടത്ത് പിണറായി വിജയൻ സ്ക്രീനിൽ ഒന്ന് കാണിക്കണം. ധർമ്മടം പിണറായി വിജയൻ പിന്നിൽ. ലീഡ് ഉയരുകയാണ്. 92ലേക്ക് UDFന്റെ ലീഡ് ഉയർന്നു. 43ലേക്ക് ഇടതുപക്ഷത്തിന്റെ ലീഡ് കുറഞ്ഞു. കേരളത്തിലും കോഴിക്കോട് സൗത്തിൽ NDA സ്ഥാനാർത്ഥി റെനീഷ് ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 343 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വലിയ സന്തോഷം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ LDF സ്ഥാനാർത്ഥി തിരിച്ചു വരുമെന്നാണ്. കാരണം അതിന്റെ ഒരു പശ്ചാത്തലം, ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം ഒക്കെ അനുസരിച്ച് കേരളത്തിന്റെ പശ്ചാത്തലം, ധർമ്മടത്തെ പശ്ചാത്തലം ഒക്കെ ഒന്ന് പറയട്ടെ. പല മന്ത്രിമാരുടെ അല്ല, കൊയിലാണ്ടി കെ ദാസൻ എന്നൊരു കാൻഡിഡേറ്റിന്റെ കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ധർമ്മടത്തെ സ്ഥാനാർത്ഥി നമ്മുടെ മുഖ്യമന്ത്രി കാരണഭൂതൻ പിണറായി വിജയൻ പിന്നിലാണ്. എവിടെയാണ് ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? പ്ലീസ് മിഥുൻ. 733 വോട്ടിനാണ് പിന്നിൽ. 733 വോട്ടിന് പിണറായി. 733 വോട്ടിന്. എന്റെ അമ്മേ, 731 വോട്ടുകൾക്ക് പിണറായി വിജയൻ. ഇവരെല്ലാം 732 പിണറായി സഖാവ് അല്ലെ പിണറായി വിജയൻ കാരണഭൂതൻ. 731 കേൾക്കാൻ സന്തോഷമുള്ള വാർത്ത തൃക്കരിപ്പൂരിൽ നിന്നും വന്നിട്ടുണ്ട്. ഒരിക്കലും അടുത്ത കാലത്തൊന്നും കൈവിട്ട തൃക്കരിപ്പൂരിൽ 1820 ആയിരിക്കുകയാണ്. അല്ല നോക്കൂ, സാധാരണ ധർമ്മടം പോലുള്ള ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ തലശ്ശേരി പോലുള്ള മണ്ഡലത്തിൽ ചുവപ്പ് കോട്ടയിൽ ഒരിക്കലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി ക്രൂരമാണോ എന്ന് അറിയത്തില്ല. പക്ഷേ മറ്റിടത്തുള്ള വാർത്തകളെല്ലാം മോശമായാലും അവിടെ സ്വസ്ഥമായിരുന്നു കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പിണറായിലേക്ക് അദ്ദേഹം പോയത്. അല്ല, ഇത് മുൻകൂട്ടി കണ്ടിട്ടാണോ അദ്ദേഹം ബയോന്ന് CM നിന്ന് നേരത്തെ തന്നെ ഒഴിവാക്കിയത് എന്നൊരു ചോദ്യം. അത് മാത്രമല്ല ശ്യാം, നോക്കൂ, നമ്മള് ജനസഭ നടത്താൻ വേണ്ടി ഇവിടെ നിന്ന് പാറശാലയിൽ നിന്ന് അങ്ങോളം പോയതല്ലേ. എല്ലായിടത്തും ഇയാളുടെ തല മാത്രമേ ഉള്ളൂ. മിഥുൻ മിഥുൻ എവിടെയാണ് ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് പിന്നെ നിൽക്കുന്നത്? പറയൂ പ്ലീസ്. പിന്നിലായത് LDFന്റെ പഞ്ചായത്തിലാണ് കേട്ടോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരിക്കുന്നത് LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ്. അതുകൂടി അപ്ഡേറ്റ്. പിന്നിൽ പിണറായിയുടെ പഞ്ചായത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്. അവിടെ BJP സ്ഥാനാർത്ഥി വോട്ട് കൂട്ടിയിട്ടുണ്ടാവും. രഞ്ജിത്ത്, അതെ, സംസ്ഥാന സെക്രട്ടറി പറയേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഇത്ര ഒരു പുറകോട്ട് പോകാൻ സാധ്യതയില്ല. ക്യാപ്റ്റന്റെ കണക്ക് തെറ്റി ക്യാപ്റ്റൻ ഉൾപ്പെടെ വീഴുകയാണ്. 41 സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് 733 പ്രതികരിക്കാൻ ഒരു ഡിലേ ഉണ്ട്. പുറത്താണ് നിൽക്കുന്നത്. മിഥുൻ പറഞ്ഞോളൂ. മിഥുൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. കണക്ടർ LDFന്റെ പഞ്ചായത്തിൽ പോയപ്പോൾ പിണറായി വിജയൻ പിന്നിലായെങ്കിൽ 733 വോട്ടിനാണ് ആദ്യഘട്ട വോട്ട് കൗണ്ടിംഗ് പൂർത്തിയായ സമയത്ത് 733 വോട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ പിന്നിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. CPM ശക്തി കേന്ദ്രമായ ചെമ്പിലോട് പഞ്ചായത്താണ് നിലവിൽ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ റൗണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 733 വോട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ പിന്നിലായിരിക്കുന്നത്. UDF
UDF-ന്റെ VP അബ്ദുൾ റഷീദാണ് ഇപ്പോൾ അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം CPM-ന്റെ ശക്തി കേന്ദ്രമാണ് ചെമ്പിലോട് പഞ്ചായത്ത്. ആ ചെമ്പിലോട് പഞ്ചായത്തിലാണ് UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വോട്ട് നില ഇനിയും താഴോട്ട് പോകുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ തവണ കിട്ടിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പിണറായി എത്തുകയില്ല. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം ധർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയൻ നേടാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഒരു രീതിയിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് കൗണ്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറയാൻ പോവുകയായിരുന്നു. ഗൗരവ് ഗൊഗോയ് പിന്നിൽ, നന്ദഗോപന്റെ അപ്ഡേറ്റ് ആണ്. ക്യാപ്റ്റൻ തന്നെ ക്ലീൻ ബൗൾഡ് ആകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. LDF 41ലേക്ക് അവരുടെ സീറ്റിന്റെ ലീഡ് നില കുറയുന്നു. 94ലേക്ക് UDF എത്തുന്നു. BJPയും NDAയും 5 തുടക്കം മുതലുള്ള ലീഡ് അതേപോലെ തന്നെ നിലനിർത്തുന്നു. ഗൗതമ ആറ്റിങ്ങൽ വന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ ഇപ്പോൾ നേരിയ ഒരു ഭൂരിപക്ഷത്തിന് OS അംബിക ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുന്നിലാണ്, സിറ്റിംഗ് MLA മുന്നിലാണ്. പക്ഷേ തൊട്ടടുത്ത് തന്നെ സുധീറിന്റെ ഒരു വലിയ പടയോട്ടമുണ്ട്. നമുക്ക് കാണാം, വളരെ ടൈറ്റ് ഫൈറ്റ് ആണ്. കാസർഗോഡ് രണ്ടാം റൗണ്ടിൽ UDF സ്ഥാനാർത്ഥി 4351 വോട്ടിന് മുന്നിൽ. തമിഴ്നാട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോട്ടെ. തമിഴ്നാട് DMK 53, AIDMK 50, TVK വിജയ് 78. ഗൗതമേ വിജയ് ജി TVK തമിഴ്നാട്ടിൽ TVKയുടെ മുന്നേറ്റം തേരോട്ടമാണ് കാണുന്നത്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം അറിയോ? TVK പിടിച്ച വോട്ട് 2 പേരെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര പരീക്ഷണം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ്നാട് തന്നെയാണ് ഈ 5 സംസ്ഥാനങ്ങളിലും. പുതുച്ചേരി എന്താ സാറേ അപ്ഡേറ്റ്? വീണ്ടും ഒരു മന്ത്രി പിറകിലോട്ട് പോയിരിക്കുന്നു. മന്ത്രി P പ്രസാദ് 334 വോട്ടുകൾക്ക് ചേർത്തലയിൽ P പ്രസാദ് അദ്ദേഹം പിറകിലാണ് എന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് ഇപ്പോൾ AKM അഷറഫിന് ലീഡ് എന്നാണ്. അടുത്ത ബാർബർ ഷോപ്പ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. മൊട്ടയടിക്കൊന്ന് ബംഗാളിൽ BJP 130, TMC 112, അസാമിൽ BJP 83, കോൺഗ്രസ് 27. ബംഗാളിൽ 20 സീറ്റ് കൂടി വേണം കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ BJPക്ക്. വെറും 20 സീറ്റ്. ട്രെൻഡ് അത് തന്നെയാണ്. 130 BJP, 18 സീറ്റ് മതി. 148 മതിയല്ലോ. 148 കേവല ഭൂരിപക്ഷത്തിന്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ 94 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. 94 സീറ്റുകളിൽ 100 കടക്കുമോ എന്നുള്ളതാണ്. ശ്യാം, പ്രദീപ് പിള്ള, 100 കടക്കുമോ? ഗൗതം, 100 കടക്കുമോ UDF? 100 കടക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, അടുത്ത മുഖ്യമന്ത്രി VD സതീശനായിരിക്കും. കാരണം 100 വരെ 100-നപ്പുറത്തേക്ക് പോവാണെങ്കിൽ അയാളുടെ ഒരു നേട്ടം എന്ന രീതിയിൽ സതീശൻ വീണ്ടും ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഗൗതം, എണ്ണുന്നത് BJP കോട്ടകളല്ല, UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എണ്ണുമ്പോഴാണ്. ഗൗതമേ, അതൊരു പോയിന്റ് ആണ്. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എണ്ണുമ്പോൾ എന്നും വോട്ട് മറിച്ച് വിജയം നിഷേധിച്ചിരുന്ന ഇടത്ത് UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എണ്ണുമ്പോൾ കെ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു. വീണ്ടും മാറി മറയുകയാണ്. അഷറഫ് മുന്നിലായിരുന്നു, പക്ഷേ ഇപ്പൊ വീണ്ടും കെ സുരേന്ദ്രൻ. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസുവിനെ പിന്നിലാക്കി UDF-ന്റെ നാട്ടക സുരേഷ് 18 വോട്ടിന്റെ 4000 തന്നെ പറയാം. 4000 വോട്ടുകൾ സാധ്യതയുണ്ടായിരുന്നു. നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നെങ്കിൽ എന്ന് കോൺഗ്രസ് വിമർശിച്ച മറ്റൊരു മണ്ഡലം. LDF-ന് ഇത്രയും വലിയ തിരിച്ചടി കിട്ടുമ്പോഴും പേരാവൂര് ശൈല ടീച്ചർ ഇപ്പൊ മുന്നിലാണ് കേട്ടോ. 23 വോട്ടുകൾ. പുറത്തോട്ട് പോയിട്ടില്ല. അതല്ല, എനിക്ക് തോന്നുന്നു ഇവരെല്ലാം പടി കൊടുത്തു എന്നുള്ളതാണ്. ചെന്നിത്തല പിന്നിൽ പോകുന്നു, അതുപോലെ സണ്ണി ജോസഫ് പിന്നിൽ പോകുന്നു. 135 ബംഗാളിൽ ഗൗതം, പ്രദീപ് പിള്ള, അനിൽ നമ്പ്യാർ 135 വോട്ട് സീറ്റുകളിൽ BJP മുന്നിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വങ്കനാട്ടിൽ ഇതാ കാവിത്തേരോട്ടത്തിന്റെ സൂചനകളാണ് ഈ നിമിഷം നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. TMC 107 ഒതുങ്ങി.